രാഹുലിന്റെ വീഴ്ച കാത്തിരുന്ന രാഷ്ട്രീയ എതിരാളികൾക്ക് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായത് രാഹുലിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യതയാണ്. ആ ഫ്ലാറ്റിലും അമ്മമ്മമാരുണ്ട്, സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്. അതുകൊണ്ട് രാഹുൽ അവിടെ നിന്നാൽ അവരെയും കയറി പിടിക്കും. ശരിക്കും രാഹുൽ അന്ന് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ എത്തുമെന്ന് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അങ്ങനെ ഉണ്ടാകുമെന്ന് എതിരാളികൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഈ രാഹുൽ വന്നാൽ സ്ത്രീകൾ ഓടി അകത്ത് കയറിക്കോളൂ എന്നൊക്കെ ഈ CPM-കാർ പറയുന്നത് എവിടെ വെച്ചാണ്? പിണറായി വിജയൻ ഭരിക്കുന്ന, പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന കേരളമെന്ന രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസിംഗ് നടക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്താണ്. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു. ഇതുപോലെ പാലക്കാട്ട് ജനങ്ങളും അദ്ദേഹത്തിന് ഓട്ടിച്ചു തുടങ്ങിയെന്ന് പറയുന്നു. ശരിക്കും എന്താകും യദു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ? അഞ്ജന തുടക്കത്തിൽ പറഞ്ഞ ഒരു പ്രയോഗം അത് CPM-ഉം BJP-യും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയോഗമാണ്. അതിൽ വാസ്തവമുണ്ട് എങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് ഇന്നലെ രാവിലെ ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് പോവാണ്. അപ്പോൾ ഞാനും വിചാരിച്ചത് എന്താണ് സംഭവിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഫ്ലാറ്റിലുള്ള ആരെങ്കിലും പരാതി കൊടുത്തോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വാർത്ത വെച്ച് നോക്കിയപ്പോൾ എല്ലാ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുക, വിവാദങ്ങൾ ഉണ്ടാക്കുക എന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് വന്ന ഒരു വാർത്ത ആണ് അത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് എനിക്ക് കാര്യങ്ങൾ കണ്ടപ്പോൾ തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്തയ്ക്ക് കാര്യമായ അടിസ്ഥാനമൊന്നുമില്ല. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കിയത് ഏതെങ്കിലും തരത്തിൽ രാഹുൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല. ഇപ്പോൾ പലരും പറയുന്നുണ്ട്, പല മാധ്യമപ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും പിന്നെ അതുപോലെ തന്നെ CPM-ൻ്റെയും BJP-യുടെയൊക്കെ സൈബർ അണികളുടെ പോസ്റ്റുകളിലും പ്രചാരണങ്ങളിലും ഒക്കെ കാണുന്നത് ആ ഫ്ലാറ്റിലും അമ്മമ്മമാരുണ്ട്, സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്. അതുകൊണ്ട് രാഹുൽ അവിടെ നിന്നാൽ അവരെയും കയറി പിടിക്കും, അവരെയും എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആ പേടി കൊണ്ട് ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻ ഭാരവാഹികൾ രാഹുലിനെ പിടിച്ച് പുറത്താക്കുകയായിരുന്നു എന്നാണ് ഇത് കേൾക്കുമ്പോൾ തോന്നുന്ന. പ്രചാരണങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ്, പല പ്രചാരണങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ശരിക്കും സംഭവിച്ചത് എന്താ വെച്ചാൽ ഈ മാധ്യമങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഈ ഫ്ലാറ്റ് ഭാരവാഹികൾ എടുത്തൊരു തീരുമാനമാണത്. അതെന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ടെന്ന് ചോദിച്ച് ഈ ഫ്ലാറ്റിന് ചുറ്റും ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പല പെൺകുട്ടികൾക്കും ഇതിന് ഞങ്ങളെ വല്ലതും ഷൂട്ട് ചെയ്യുന്നുണ്ടോ, ഞങ്ങളെ ചാനലിൽ കാണിക്കുമോ, നാളെ പോലീസ് ഇങ്ങോട്ട് വരുമോ. അപ്പോൾ ഈ ചാനലുകാരും അവിടെ നിന്നിട്ട് ഇങ്ങനെ ഈ ഫ്ലാറ്റിലൂടെ പോകുന്ന ആളുകളോടൊക്കെ പറയുന്നുണ്ട്, ചിലപ്പോൾ പോലീസൊക്കെ വരും കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലാറ്റിൽ CPM-ൻ്റെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയുണ്ട്. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു നേതാവും ഈ പറയുന്ന സൈബർ ഇടങ്ങളിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിൽ പങ്കുള്ള ഒരാളുമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ ഫ്ലാറ്റിൻ്റെ തലപ്പത്തുള്ള ആളുകളോട് ഏത് നിമിഷവും രാഹുലിനെതിരെ ഇനിയും കുറേ കേസുകൾ വരും, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്, ഇവിടെ ഈ ഫ്ലാറ്റിന് അത് ചീത്തപ്പേരാകും. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലാറ്റിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ ചാനലുകളിൽ കാണും, നിങ്ങൾ രാഹുലിനെ സംരക്ഷിക്കുന്നവരാണ് എന്ന തോന്നൽ പൊതുസമൂഹത്തിനുണ്ടാകും. അങ്ങനെ പൊതുസമൂഹം നിങ്ങളെ അകറ്റും, CPM-കാർ നിങ്ങളെ അകറ്റും, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും, പീഡകനെ പിന്തുണയ്ക്കുന്നു എന്ന ചീത്തപ്പേര് വരും, നിങ്ങളുടെ മക്കൾക്ക് കല്യാണം നടക്കാത്ത സാഹചര്യം വരും, നിങ്ങൾ പൊതുസമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായി മാറുമെന്നൊക്കെ പറഞ്ഞ് പല ആളുകളെയും പേടിപ്പിച്ച് വെച്ചിരിക്കുക അവിടെ. അതായത് വല്ലാത്ത രീതിയിലുള്ള പേടിപ്പിക്കൽ. അവിടെ ശരിക്കും മാധ്യമങ്ങളാണല്ലേ കളിക്കുന്നത്. മാധ്യമങ്ങളുടെ കളി ഒരു വശത്തുണ്ട്, രാഷ്ട്രീയ എതിരാളികളുമുണ്ട്. ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് രാഹുൽ വാങ്ങിച്ചിട്ടുള്ള ഒന്നല്ല, വാടകയ്ക്ക് എടുത്തിട്ടുള്ളതാണ്. പാലക്കാട് MLA ആയതിനു ശേഷം അവിടെ ഒരു ആളിൽ നിന്ന്, ആ ഫ്ലാറ്റിൻ്റെ ഉടമയിൽ നിന്ന് വാടകയ്ക്ക് റെൻറ്റിനെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഉടമയെ വിളിച്ചൊരു 10 പേര് വിരട്ടിക്കഴിഞ്ഞാൽ ഉടമയ്ക്ക് പേടി വരും. അതുപോലെ ഈ ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻ ഭാരവാഹികളെ വിളിച്ച് ഒരു വശത്ത് CPM-കാരും ഒരു വശത്ത് BJP-ക്കാരും കൂട്ടം കൂടി നിന്ന് ഭീഷണിപ്പെടുത്തുകയും 1-2 ചാനലുകാർ വിളിച്ചിട്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരെ വാർത്ത ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്താൽ അവർ പേടിച്ചു. അവരെ സംബന്ധിച്ച് അവർക്ക് സൊസൈറ്റിയിൽ ജീവിക്കേണ്ടവരല്ല, അവരൊരു രാഷ്ട്രീയ പ്രവർത്തകരോ മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം കേസുകളുമായി കൈകാര്യം ചെയ്യുന്ന ആളുകളോ ആയിരിക്കില്ല. അവർക്ക് ചിലപ്പോൾ പേടി വരും, ഞങ്ങളെ അപമാനിക്കും, ഞങ്ങളുടെ മക്കളെ അപമാനിക്കും, ഞങ്ങളുടെ കുട്ടികൾക്ക് പ്രശ്നമാവും, അവരുടെ ഭാവി തകരും. ഇങ്ങനെ ആലോചിച്ച് പേടിക്കാനാണെങ്കിൽ ഒരുപാട് പേടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പേടിക്കും. ആ പേടി മുതലെടുത്തുകൊണ്ട് ചില മുതലെടുപ്പുകാർ രാഹുലിനെ അവിടെ നിന്ന് പുറത്താക്കിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞ്
ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് രാഹുലിനോട് മാറാനായിട്ട് ഫ്ലാറ്റ് ഭാരവാഹികൾ പറയുമ്പോൾ അതും ഒരു വാർത്തയാക്കിയിട്ട് പാലക്കാട്ടെ ജനങ്ങൾ രാഹുലിനെതിരെ തിരിയുന്നു, രാഹുലിനെ ഇനി നിലം തൊടിയിക്കില്ല, രാഹുലിനെ പറപ്പിക്കുന്നു, എല്ലായിടത്തു നിന്നും രാഹുലിനെ ഓടിച്ചു തുടങ്ങി, ഇങ്ങനെയൊക്കെയുള്ള നെറേറ്റീവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് മാത്രമല്ല, രാഹുലിൻ്റെ വീഴ്ച കാത്തിരുന്ന രാഷ്ട്രീയ എതിരാളികൾക്ക് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായത് രാഹുലിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യതയാണ്. ആ സ്വീകാര്യത നിലനിൽക്കുന്നതുകൊണ്ടാണ് രാഹുലിനെ ഇവർക്ക് അടിച്ചു വീഴ്ത്തി നിലംപരിശാക്കാൻ കഴിയാത്തത്. അപ്പോൾ അത് മാത്രമല്ല, കോടതി നോട്ട് അറസ്റ്റ് കൊടുത്തു, ഒരു കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്ത് വലിച്ചടിച്ച് കൊണ്ടുപോകുന്ന സിനിമ സ്റ്റൈൽ പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് വലിയ നിരാശയുണ്ട്. അപ്പോൾ അവർ പുതിയ 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 ആയുധങ്ങളെടുത്ത് രാഹുലിനെതിരെ പ്രയോഗിക്കുകയാണ്. ശരിക്കും രാഹുൽ അന്ന് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ എത്തുമെന്ന് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അങ്ങനെ ഉണ്ടാകുമെന്ന് എതിരാളികൾ പ്രതീക്ഷിച്ചിട്ടില്ല. അവർ വിചാരിച്ച് ഇതോടുകൂടി രാഹുൽ കഴിഞ്ഞു, അവൻ ഇനി ഒളികേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങില്ല, എന്നെങ്കിലും ഒരു ദിവസം രാഹുലിനെ പോയി പിടിച്ച് അറസ്റ്റ് ചെയ്ത് എല്ലാവരുടെയും മുന്നിലൂടെ നടത്തി കഴിഞ്ഞാൽ രാഹുലിൻ്റെ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ്. അവർക്ക് മുന്നിലേക്ക് കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വം പോലും ഇല്ലാത്ത രാഹുൽ, പുറത്താക്കപ്പെട്ട രാഹുൽ ഒറ്റയ്ക്ക് അയാളുടെ ഒറ്റ ബലത്തിൽ നടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്കൊരു വലിയ പിന്തുണയുണ്ട് എന്ന് എതിരാളികൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ CPM BJP ഒക്കെ പറയുന്നത് പാലക്കാട്ടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും ഒന്നും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടുന്ന് ഓട്ടിക്കണം എന്നൊക്കെയാണ്. പക്ഷേ ജനങ്ങൾ തന്നെയാണ് ഇത് കൈ നീട്ടി സ്വീകരിക്കുന്നത്. പാർട്ടിക്കാർ മാത്രം മറ്റേ കോഴിയുടെ പടവും കൊടികളും ഒക്കെ പിടിച്ചെടുത്തുണ്ടെന്നേ ഉള്ളൂ. അതാണ് അഞ്ജന, അതിലൊരു രസകരമായൊരു കാര്യം പറയട്ടെ. ഈ രാഹുൽ വന്നാൽ സ്ത്രീകൾ ഓടി അകത്ത് കയറിക്കോളൂ എന്നൊക്കെ ഈ CPMകാർ പറയുന്നത് എവിടെ വെച്ചാണ്? പിണറായി വിജയൻ ഭരിക്കുന്ന, പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന കേരളമെന്ന രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസിംഗ് നടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്താണ്. അവിടെ പോലീസ് ഇത്രയും വിജിലൻ്റ് ആയിരിക്കുമ്പോൾ, CPM ഭരിക്കുമ്പോൾ ആർക്കും സ്ത്രീകളെ കയറി പിടിക്കാമെന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നല്ലേ CPMകാർ പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. രാഹുലിനെ പേടിച്ച് സ്ത്രീകളൊക്കെ വീട്ടിലേക്ക് ഓടി കയറൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥയും നിലവിലില്ല, ഇവിടുത്തെ പോലീസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഇവിടുത്തെ CPMകാരെ കൊണ്ടും കൊള്ളില്ല. ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ആർക്കാരെയും കയറി പിടിക്കാവുന്ന അവസരമാണ് എന്ന് പറയാതെ പറയുകയല്ലേ ഈ പറയുന്ന ആളുകൾ, ഈ CPMൻ്റെ ആളുകൾ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? CPM ഭരണത്തിൻ്റെ വീഴ്ച, ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച ഒക്കെയല്ലേ ഇവിടെ കാണുന്നത്. ആ നിലയ്ക്ക് ഇപ്പോൾ ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ചോദിക്കുന്നത്. രാഹുൽ അങ്ങനെ വഴിയെ പോകുന്ന എല്ലാവരെയും കയറി പിടിച്ചിട്ട് പോകുന്ന ആളൊന്നുമല്ല. അയാളുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്തിമ വിധി വരുന്നത് വരെ അയാളത് മുഴുവൻ ചെയ്തു എന്ന് ആരോപിക്കുന്നതും ശരിയല്ല. പരാതി ഇതൊക്കെയാണ്, അതിൽ രാഹുലിൻ്റെ വേർഷൻ ഇതൊക്കെയാണ്. ഇത് രണ്ടും കോടതിയിലുണ്ട്, കോടതി തീരുമാനിക്കട്ടെ. അതുവരെ നിയമപരമായ പരിരക്ഷയിലാണ് അയാൾ നടക്കുന്നത്. അയാളൊരു സുപ്രഭാതത്തിൽ എല്ലാവരെയും പേടിപ്പിച്ച് എന്നെ പിടിച്ചാൽ കൊന്നുകളയുമടാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിറപ്പിച്ച് ഞെട്ടിച്ച് പേടിപ്പിച്ചൊന്നുമല്ല നടക്കുന്നത്. അയാൾ അറസ്റ്റ് ചെയ്യുന്ന കോടതി നിർദ്ദേശമുണ്ട്. അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ കടുത്ത നടപടികൾക്ക് വിധേയമാക്കരുത് എന്ന് പറയുന്നുണ്ട്. മുൻകൂർ ജാമ്യ ഉപാധികളോട് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പിന്നെ നടന്നുകൂടെ? അപ്പം അങ്ങനെ വരുമ്പോൾ ആ വരവിനെ ഒന്ന് നോക്കുക. രാഹുൽ നിരായുധനാണ്, അയാളുടെ പാർട്ടി കൂടെയില്ല. പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അയാൾക്കൊരു വലിയ പിന്തുണയുണ്ടെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ നിരന്തരമായി അയാളെ വേട്ടയാടുന്നു. ചാനലുകൾ ഒരു മനസ്സമാധാനവും ഇരിക്കപ്പുറതയും കൊടുക്കുന്നില്ല. ചായ കുടിക്കാൻ പോലും സമ്മതിക്കാതെ അതിൻ്റെ ഇടയിലേക്ക് മൈക്കൂത്തിക്കേറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നേരിടുന്ന രാഹുൽ ഒരു സർവ്വസന്നാഹങ്ങളുമായിട്ടൊന്നുമല്ല വരുന്നത്. അയാളിലുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് നടക്കുന്നത്. ആ മനുഷ്യനെ പിന്നെയും ഇങ്ങനെ കഥകൾ അടിച്ചു വിട്ട് പിന്നെയും പിന്നെയും പിറകെ നടന്ന് വിട്ടുക എന്ന് പറയുമ്പോൾ ഇതിൽ മറ്റൊരു സൈക്കോളജി വർക്കൗട്ട് ചെയ്യും. ഈ ഇരകളോട് തോന്നുന്ന ഒരു അലിവ്, ഒരു കനിവ്, അതുപോലെ തന്നെ ഹീറോ ആണ് എന്നുള്ളൊരു പരിവേഷം, ഇത് രണ്ടും ഒരേ സമയം സൈക്കോളജിക്കലായിട്ട് രാഹുലിൻ്റെ കാര്യത്തിൽ പല ആളുകളുടെ മനസ്സിലും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ പ്രേക്ഷകർ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഒരു ടീച്ചറുണ്ട്, ഒരു സ്കൂൾ ടീച്ചർ. ആ ടീച്ചർ എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുടെ അവസ്ഥകൾ ഓഡിയോ അയക്കും. നമ്മളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പലതവണ. അപ്പോൾ അവരൊക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അന്തിമമായി കോടതി ഈ കേസിലൊരു വിധി പറഞ്ഞിട്ടില്ല. അപ്പോൾ മാധ്യമങ്ങളാണ് വിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മാധ്യമങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ പറയുന്നതിനനുസരിച്ച്
CPM-ഉം BJP-യും രാഹുലിനെ അറ്റാക്ക് ചെയ്യുന്നു. അല്ലാതെ കോടതി ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ കുറ്റവാളിയായി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പിന്നെ രാഹുൽ ഈ കുറ്റം ചെയ്തു എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അത് കണ്ടെത്തേണ്ടത്, അതിൽ ശരിതെറ്റുകൾ പറയേണ്ടത് കോടതിയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ വിഡ്ഢികളാക്കുകയല്ലേ ചാനലുകളും, അല്ലെങ്കിൽ കോടതിയെ വില കൽപ്പിക്കാതെ സമൂഹത്തിൽ ഇടപെടുകയല്ലേ ഈ ചാനലുകളും രാഹുലിനെതിരെ നിലപാടെടുക്കുന്നവരും എന്നുള്ള ചോദ്യം അവിടെ നിൽപ്പുണ്ട്. അതാണ് ജനങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, രാഹുലിനോട് അനുകൂലമായി നിൽക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്തിമമായ ഒരു വിധി വരാത്ത പശ്ചാത്തലത്തിൽ രാഹുൽ കുറ്റവാളിയാണ് എന്ന് വിധിച്ചുകൊണ്ട് അയാളെ വേട്ടയാടുന്ന നടപടി തെറ്റാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഞങ്ങളുടെ സഹതാപം അർഹിക്കുന്നു, ഞങ്ങളുടെ പിന്തുണയും അർഹിക്കുന്നു എന്ന നിലയിലാണ് വോട്ടർമാരും ജനങ്ങളും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും ഇപ്പോൾ നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് അത്ര വലിയൊരു പിന്തുണ കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അഞ്ജന, ഇനി എന്താകും രാഹുലിന്റെ പദ്ധതികൾ? MLA എന്നൊരു നിലയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിന്? അഞ്ജന, അതൊരു ഒരു വല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളും സംശയങ്ങളും നിലനിൽക്കുന്നൊരു സമയമാണ്. എന്താണെന്ന് വെച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും കുറച്ചധികം കേസുകൾ അണിയറയിൽ വരുന്നുണ്ട് എന്ന സൂചന CPM-ൻ്റെ സൈബർ കേന്ദ്രങ്ങൾ നൽകുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് ചില കേസുകൾ, പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള പ്രചാരണങ്ങൾ സൈബറിടങ്ങളിലുണ്ട്. സ്വാഭാവികമായി ഇതിനു മുമ്പ് രാഹുലിൻ്റെ പേരൊക്കെ വരുന്നതിന്, മെയിൻ സ്ട്രീമിലേക്ക് രാഹുലിൻ്റെ പേര് ഈ വിഷയവുമായി, ഈ കേസുമായി ബന്ധപ്പെടുത്തിയൊക്കെ പറയുന്നതിന്, കേസൊക്കെ വരുന്നതിന് വളരെ മുമ്പ് രാഹുലിനെതിരെ ഇതുപോലെ ചില ഊഹാപോഹങ്ങളായിരുന്നു പ്രചരിച്ചത്. അതും CPM-ൻ്റെ സൈബർ കേന്ദ്രങ്ങൾ, ദേശാഭിമാനി, അങ്ങനെ CPM-ൻ്റെ ചില ബെൽറ്റുകൾ വഴിയാണ് ഇതൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടത്. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് വളരെ പെട്ടെന്ന് രാഹുലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വല്ലാത്ത രീതിയിലുള്ള ആക്രമണം അയാൾക്കെതിരെ ഉണ്ടാകുന്നു. നനച്ചിരിക്കാതെ തൊട്ടടുത്ത കേസും എത്തുന്നു. ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡറാണ് എന്ന് സ്ഥിരീകരിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും രാഹുലിനെതിരെ പരാതികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം ആരോപണങ്ങളോ വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ രാഹുലിനെയും ഷാഫിയെയും VD സതീശനെയും ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് P. സരിൻ മാധ്യമങ്ങളോട് പറഞ്ഞൊരു സാഹചര്യവുമുണ്ട്. അവരൊരു ക്രൈം സിൻഡിക്കേറ്റാണ്, അതുകൊണ്ട് എല്ലാവരിലേക്കും ഞങ്ങൾ എത്തും എന്ന് പറയുന്നൊരു സാഹചര്യവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അടുത്ത വെല്ലുവിളി എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തന്നെ അതുമാത്രം ചാനലുകളിൽ നിറഞ്ഞു നിൽക്കണം, അതുമാത്രം പൊതുസമൂഹത്തിൽ ചർച്ചയാകണം എന്നൊക്കെ കരുതിയ അജണ്ടകൾ പലയിടത്തും വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും കൂടുതൽ രാഹുലിനെതിരായ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ രാഹുലിനെ ഇറക്കി വിട്ടു, രാഹുൽ നിന്നാൽ ഫ്ലാറ്റിലെ സ്ത്രീകൾക്ക് പേടിയാണ്, അതുകൊണ്ട് ഇറക്കി വിട്ടു എന്ന കള്ളക്കഥയൊക്കെ വന്നത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കങ്ങനെ പല കഥകളും ഇനിയും ചിലപ്പോൾ കാണേണ്ടി വരും. പക്ഷെ അവിടെയൊക്കെ ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള രാഹുലിൻ്റെ ആ നിലപാട് വിജയിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വശം. അതായത് രാഹുൽ കോടതിയിലാണ് വിശ്വാസം അർപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയിലുള്ള എല്ലാ വിശ്വാസവും അദ്ദേഹം തുറന്നു പറയുകയാണ്. അദ്ദേഹത്തോട് മാധ്യമങ്ങൾ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ, പ്രകോപനപരമായ ചോദ്യങ്ങൾ, ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ബഹുമാനപ്പെട്ട കോടതിയിൽ എല്ലാം ഉണ്ട്, കോടതി തീരുമാനിക്കട്ടെ, കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, സത്യം ജയിക്കുമെന്ന് പറയുമ്പോൾ കോടതിയോടുള്ള ഒരു വലിയ റെസ്പെക്റ്റ് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിലയിൽ തന്നെ നിയമ പോരാട്ടങ്ങളിലൂടെ തൻ്റെ ഭാഗം എന്താണോ അത് കാണിക്കാനുള്ള നീക്കമാണ് രാഹുൽ നടത്തുന്നത്. അതിനിടയിൽ കേസുകൾ വന്നാൽ അതും നിയമപരമായി നേരിടുക എന്ന ചലഞ്ചിനപ്പുറത്തേക്ക് അതിൽപ്പെട്ട് തകർന്നു പോകുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിലായി ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അഞ്ജന.